ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ക്രിസ്മസ് ആയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് ഒരു നല്ലൊരു ക്രിസ്മസിനെ ആശംസിക്കുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകാം. ഓക്കെ, ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് ടോട്ടലി പോസിറ്റീവാണ്. യൂസിലെ പല സ്റ്റോക്സും എന്താ പറയുക, ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു അപ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് സൂചനകൾ നൽകുന്നുണ്ട്. ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി പല സ്റ്റോക്സും US നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക, ഒരു ബേറിഷ് മൈൻഡ് സെറ്റിൽ നിന്നും US സ്റ്റോക്സിൽ പല സ്റ്റോക്സിലും ഒരു ബുള്ളിഷ് മൈൻഡ് സെറ്റിലേക്ക് ഞാൻ തിരിയുവാണ്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ 33 പോയിൻറ്റ്സ് അപ്സൈഡാണ്. സോ നമുക്ക് മേ ബി ഒരു ഗിഫ്റ്റ് നിഫ്റ്റി അപ്പ് ആയതുകൊണ്ട് തന്നെ മേ ബി ഒരു ഫ്ലാറ്റ് ഓർ 10 to 15 പോയിൻറ്റ്സ് ഗ്യാപ്പ് അപ്പം നമുക്ക് ഈ അവസ്ഥയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റും ഹാങ്സങ് ആൻഡ് തായ്വാൻ വെച്ചിട്ടൊക്കെ നോക്കുമ്പോൾ പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് സ്ട്രേറ്റ് ടൈംസ് നോക്കുമ്പോഴത്തേക്കും സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ അത്ര വലിയ പാനിക് സിറ്റുവേഷൻസ് ഒന്നും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ആൻഡ് US-ൻ്റെ GDP റേറ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. ആൻഡ് നമുക്കിന്ന് നിഫ്റ്റി ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ലെവൽസ്, ഇൻ്റർഡേ ലെവൽസ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ലെവൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ വരച്ച അതേ ലെവൽസിലാണ് മാർക്കറ്റ് എന്തെടുക്കുന്നത്, ഒരു സപ്ലൈ എടുത്ത് നിൽക്കുന്നത്. സോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിൽ സപ്ലൈ എടുത്ത് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഇന്നലെ ചെയ്ത കാര്യവും നിങ്ങളോട് ശ്രദ്ധിച്ച് നോക്കി. നമ്മൾ വെച്ച ഡിമാൻഡിൽ തന്നെ ഓപ്പൺ ചെയ്ത് അപ്സൈഡ് പോയി ഈ ഏരിയയിലാണ്, ഇന്നലത്തെ അതേ സോണിലാണ് മാർക്കറ്റ്, നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള അതേ സോണിൽ മാർക്കറ്റ് ഒരു എന്താ പറയുക സെല്ലിംഗ് പ്രഷർ നേരിട്ടു. അപ്പം ഈ ലെവൽസ് നമുക്ക് അതേപോലെ കീപ്പ് ചെയ്യാം, വലിയ മാറ്റങ്ങളൊന്നും വരുത്തല്ല. ഇന്നലത്തെ അതേ വ്യൂ ആണ് എനിക്ക് ഇന്നും ഉള്ളത് മാർക്കറ്റിൽ. ഇനി 26,300 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, 26,300 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഹയർ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇനി ലിക്വിഡിറ്റി ഹണ്ടിങ് നടക്കുകയോ ഇല്ല എന്നുള്ളതാണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയ വരെ പോയ ശേഷം ലിക്വിഡിറ്റി എടുത്ത് താഴെ വരുമോ അതോ ഈ ഏരിയ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ്. സോ മാർക്കറ്റിൻ്റെ ആ ഒരു കാര്യം ഞാൻ മാർക്കറ്റിനെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യാം. നമ്മളെ മേജർ ലെവൽസ് എല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കാണിക്കാമെന്നുള്ള ലെവൽസ് ഇവിടെ ഇന്നലെ പറഞ്ഞ അതേ വ്യൂ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. 26,190 ഈ ഒരു റെസിസ്റ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ മറികടന്ന് 26,300 പോയി ആ ഒരു ഓർഡർ ബ്ലോക്ക് പോലെ ആക്ട് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് താഴെ വരുമോ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആൻഡ് 26,000 ഒരു 100 പോയിന്റ്സിന്റെ ഡൗൺ സൈഡ് വന്നാൽ പോലും ഈ ഒരു ഏരിയാസ് 26,000 ആൻഡ് 25,990 ഈ ഒരു സോൺസിൽ മാർക്കറ്റിന് റിവേഴ്സൽ പോസിബിലിറ്റി നിലവിലുണ്ട്. ആൻഡ് ഒരു മേജർ ഡിമാൻഡ് ഏരിയയുടെ 25,755 നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത്രയും വലിയൊരു ക്രാഷ് ഉണ്ടാവുമോ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മറിച്ച് മാർക്കറ്റിന് റിയാക്ട് ചെയ്യാനുള്ള ഒരു സോൺസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലും സെയിം വ്യൂ. ബാങ്ക് നിഫ്റ്റി ഞാൻ ഒരാഴ്ചയായിട്ട് പറയുന്ന സെയിം വ്യൂ കണ്ടിന്യൂ ചെയ്യുന്നു. ഞാൻ മേജർലി ഉള്ള മൂവ്മെന്റ്സ് 59,500 ബ്രേക്ക് ചെയ്താൽ മേ ബി ഒരു മേജർ മൂവ്മെന്റ് ഉണ്ടാവും. ഈ ഒരു സോണിലേക്ക്, ഈ ഒരു സപ്ലൈയിലേക്ക് മാർക്കറ്റ് ഒരു മേജർ മൂവ്മെന്റ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ആൻഡ് ഡിമാൻഡ് സ്റ്റിൽ 58,700 എന്നുള്ള അല്ലെങ്കിൽ 600 എന്നുള്ള ഈ സോണിൽ ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യാണ്. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത ശേഷം ബാങ്ക് നിഫ്റ്റിയിലെ പുതിയ വ്യൂ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരുപാട് ന്യൂസസ് ഇന്ന് അവൈലബിൾ ആണ്. സോ ഒരുപാട് ന്യൂസ് ബേസ്ഡ് മൂവ്മെൻറ്റ്സും ഇന്ന് കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മോണ്ടിക്കാർലോയ്ക്ക് പുതിയൊരു മോണ്ടിക്കാർലോ ഫാഷൻസിന് ഒരു പുതിയ എന്താ പറയുക ലെറ്റർ ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫ്രം എവിടെയാണ്, മധ്യപ്രദേശ് ഉജ്ര വികാസ് നിഗം എന്ന് പറയുന്ന സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് മോണ്ടിക്കാർലോ ഫാഷൻസിന് അവാർഡ് വന്നിരിക്കുന്നത്. ആൻഡ് എൻഡുറൻസ് ടെക്നോളജിക്ക് ഒരു സൈബർ സെക്യൂരിറ്റി ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസ്, അങ്ങനെ ഒരു പാനിക്കിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ കെയർഫുൾ ആയിട്ടിരിക്കുക. ആൻഡ് റെയിൽ വികാസ് നിഗത്തിലെ ഒരു അപ്പോയിൻമെൻറ്റ്, അതായത് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് റെയിൽ വികാസ് നിഗമായിട്ട് സലീം അഹമ്മദിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ആൻഡ് സൈറസ് ലൈഫ് സയൻസ് പുതിയൊരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് സ്വിസ് ബയോഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് ചേർന്ന് വന്നതായിട്ടുള്ള മേജർ ന്യൂസ് ഉണ്ട്. എന്തിനാണ് ലൈസൻസിങ് സപ്ലൈങ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ബയോഇക്യു വാസ്കുലർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിനായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസ് പറഞ്ഞാൽ GPT ഇൻഫ്രാ പ്രൊജക്ട്സിന് 199.2 കോടിയുടെ പുതിയൊരു ഓർഡർ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ കൺസ്ട്രക്ഷൻസ് ആണ്, സബ്സ്ട്രക്ചേഴ്സിന് കൺസ്ട്രക്ഷൻസിനും പിന്നെ ഫാബ്രിക്കേഷനും വേണ്ടിയിട്ടുള്ള ഒരു റെയിൽവേ ബേസ്ഡ് പ്രൊജക്റ്റിൻ്റെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത് വിക്രാന്ത് എഞ്ചിനീയറിങ്ങിന് ഒരു പ്രധാനപ്പെട്ട ഓർഡർ കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ്ലി 235 കോടിയുടെ ഓർഡറാണ് ഓണിക്സ് റിന്യൂവബിൾസിന് വേണ്ടിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ അത് അത്യാവശ്യം നല്ലൊരു വലിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ന്യൂസസ് ഒരുപാടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ ഗെയിൽ ഇന്ത്യയാണ് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രീൻഫീൽഡ് ഗ്യാസ് ബേസ്ഡ് ഫെർട്ടിലൈസർ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഗെയിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ന്യൂസസ് മേജർ പ്ലെയേഴ്സിന്റെ ന്യൂസസ് ഇത്രയും ഉണ്ട്. സോ കെയർഫുൾ ആയിട്ടിരിക്കുക. ഈ ന്യൂസ് ബേസ്ഡ് മൂവ്മെന്റ്സ് ഈ സ്റ്റോക്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നമുക്കിനി വേറെ ഏതൊക്കെ സ്റ്റോക്സ് വാച്ച് ലിസ്റ്റിലുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ള സ്റ്റോക്സ് എന്ന് പറയുന്നത് ത്രിവേണി കണ്ടിന്യൂസ്ലി ഹോൾഡിംഗ് ആണ്. അറിയായിരിക്കും, നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി ഒരു 399 ആൻഡ് ആ റേഞ്ച് നിൽക്കുകയാണ്. 400 ഫസ്റ്റ് ടാർഗറ്റും 420 സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റുമാണ്. ഇപ്പോൾ 390, 400, 420 ഞാൻ ട്രേഡ് ഇത് വെച്ചിരുന്നത്. സോ മോസ്റ്റ്ലി ആ രീതിയിൽ പെർഫോം ചെയ്യാണ്. ആൻഡ് പേടിഎം നമ്മൾ ഒരു 2 ആഴ്ച മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ബ്രേക്ക് ചെയ്ത ശേഷം ഡൗൺ സൈഡ് വന്നു. ഡൗൺ സൈഡ് മീൻസ് ഈ ഒരു ഏരിയയിലേക്ക്, ഒരു ഡിമാൻഡ് സോണിലേക്ക് തിരിച്ചെത്തി. മാർക്കറ്റ് വീണ്ടും പേടിഎം ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഇന്നോ നാളെയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലുണ്ടാവും. പേടിഎം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഉണ്ടാവും. ആൻഡ് സാൻഡൂർ മാഗ്നീസ് നമ്മൾക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. 225 to 230 റേഞ്ച് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിച്ചിട്ടുണ്ട്. ശേഷം പ്രധാനപ്പെട്ട സ്റ്റോക്സ് നമ്മൾ വാച്ച് ലിസ്റ്റിലുള്ളത് നോക്കട്ടെ, നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഒരുപാട് സ്റ്റോക്സ് ഇട്ടിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നാണ് ഞാൻ ട്രേഡ് എടുത്തത്. നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ ട്രേഡ് എടുത്ത കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ അത് ഒരു ഹൈ പോയത് 366. ഇതൊരു ചെറിയ സെല്ലിങ് ഈ ഒരു ഏരിയയിൽ പോസിബിലിറ്റി ഉണ്ട്. കാര്യം ആ ഒരു ഏരിയയിൽ മുൻപ് സെല്ലിങ് നടന്ന സോണാണ്. സോ ഈ ഏരിയ ഒന്ന് കടന്നു കിട്ടി അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഒരു 370 മുകളിൽ ക്ലോസിംഗ് കിട്ടിയ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ 390 റേഞ്ചിലേക്ക് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാണ് ഞാൻ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആരതി ഡ്രഗ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഇൻട്രാഡേ മൂവ്മെന്റ്സ് ഞാൻ പ്രതീക്ഷിച്ചാണ് ഇന്നലെ എടുത്തത്. അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ട് പോയിട്ടുണ്ട്. 480 റേഞ്ച് വരെ പോയിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഒരു 425, 430 റേഞ്ചിലേക്ക് ആരതി ഡ്രഗ്സിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം മെയിൻ ഗ്രൂപ്പിൽ. ഓക്കെ, സോ ഇന്ന് കുറച്ചധികം സ്റ്റോക്സ് ഇട്ടിട്ടുണ്ട്. ഞാനത് ടൈം ആകുമ്പോൾ ഒരു മാർക്കറ്റ് ടൈമിൽ ഞാനത് വെളിപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.